ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡാണ് കേട്ടത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ട് കഴിച്ചു, മത്തങ്ങ കിട്ടിയത്, മത്തങ്ങ നല്ല കട്ട് ചെയ്ത് വെച്ചാണ്. ആദ്യത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ അതിൽ നമ്മളത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്തിരി ഇതൊക്കെ കണ്ടു ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം വെറുതെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 14 ഇയറായി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് വാടകയ്ക്ക് താമസിച്ചത്. വന്നപ്പോൾ ഞങ്ങൾ ഈ വീടാണ് വാടകയ്ക്ക് എടുത്തത്. ഓക്കെ. അത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ വിൽക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ മേടിച്ചു. ഓക്കെ. വന്നപ്പോൾ മുതൽ ഞങ്ങൾ കൃഷി ആരംഭിച്ചായിരുന്നു. അവർ പുള്ളി വാടകയ്ക്ക് തന്നത് ഒരു ഫിജിൻ്റെനായിരുന്നു. അപ്പോൾ പുള്ളി വേണമെങ്കിൽ കൃഷി ചെയ്തോളാം പറഞ്ഞു. ഞങ്ങൾ വെജിറ്റബിളൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മരങ്ങൾ നടന്നിട്ട്. ഓക്കെ. മരങ്ങൾ നട്ട് ഇവിടെ നട്ടിക്കുന്ന പല മരങ്ങളും ഇപ്പോൾ 2008-2009 മുതൽ നട്ടേക്കണതാണ്. ഇവിടെ ഒരു വലിയൊരു ഓറഞ്ച് ട്രീ അവിടെ ഉണ്ടായിരുന്നു, അത് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നത്തെ എല്ലാം പുതിയ നട്ടാണ്. ഓക്കെ. എന്ത് ജോലിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്? ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പം ഒരു ഫാർമസി അസിസ്റ്റന്റ് ആയിട്ട് ഫാർമസി വെയർ ഹൗസിൽ ആയിട്ടും ജോലി ആദ്യം കിട്ടിയത്. പിന്നെ വൈഫ് നേഴ്സാണ്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞാൻ ടാക്സി ഓടിച്ചു ഈ ടൈം ഫ്ലെക്സിബിലിറ്റിയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഈ ഗാർഡൻ വർക്ക് ഫംഗ്ഷൻ സെന്ററിൽ ഒരു ഗാർഡനറായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഗാർഡൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പം അതെല്ലാം വിട്ട് ഗാർഡൻ വർക്ക് മാത്രമാണ്. ആർക്കെങ്കിലും ചെറിയൊരു സ്പേസിനകത്താണെങ്കിൽ പോലും നമുക്ക് ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ പിയർ ട്രീ ഒക്കെ കണ്ടില്ലേ, ആകെ ഒരു ചെറിയൊരു സ്റ്റാൻഡിങ് സ്പേസ് മതി. പിന്നെ മുഴുവനും അത് മോളിൽ പോയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ഷേപ്പ് ആക്കി, അതിനൊരു ലാൻഡ്സ്കേപ്പിംഗ് ഫീച്ചറാക്കി, അതിനൊരു അംബ്രല വലിയാക്കി ഇഷ്ടംപോലെ ഫ്രൂട്ടും കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. നേരത്തെ തന്നെ കാർഷിക പരിചയം നേരത്തെ മുതലുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹോർട്ടിക്കൾച്ചർ പഠിക്കാൻ പോയി. കുറേ കൂടി കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അപ്ഡേറ്റ് ചെയ്തു ഇവിടുത്തെ പ്ലാന്റ്സിനെ പറ്റിയിട്ട്, ഇവിടുത്തെ സീസണിനെ പറ്റിയിട്ട്, സീസണിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അത് ഇച്ചിരി കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നട്ട് അതിന്റെ പിന്നാലെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വളരാം, ഈ സാഹചര്യത്തിൽ എന്ത് വളരാം, അല്ലെങ്കിൽ നമുക്ക് വളരേണ്ട സാധനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാകും, ഐദർ വൺ ഓഫ് ദ വേയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് എത്ര നാളത്തെ കോഴ്സ് ചെയ്യണം? അത് ഇവിടുത്തെ കോഴ്സുകൾ എല്ലാം എന്ന് പറയുന്നത് ഒരു കോഴ്സ് ഒരു ഫുൾ ടൈം ഒരു ക്ലാസ്സിൽ പോയി കാലത്തിട്ട് വൈകുന്നേരം വരെ പഠിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു അസൈൻമെന്റ് ഉണ്ടാക്കുന്നു. ആ അസൈൻമെന്റിനകത്ത് അവർ കുറേ കാര്യങ്ങൾ തരുന്നു. ആ തരുന്ന കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്ത് അതിന്റെ റിപ്പോർട്ടുമായിട്ട് ചെല്ലുന്നു, അതിനെ ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് അവർ കറക്ഷൻ തരുന്നു. ആ കറക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് പാസ്സായി വരും. അങ്ങനെയാണ് ഇവിടുത്തെ മിക്കവാറും പഠനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ കാർപ്പൻട്രി മുതൽ എല്ലാ സംഗതിയിലും, കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ITCയിൽ പോയിട്ട് പഠിക്കുകയല്ലാണ്, അത് നേരെ ബിൽഡിംഗ് സൈറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം സൈറ്റിലേക്ക് പോകുന്നത്. പിന്നെ നമുക്കിവിടെ ഓൾറെഡി സൈറ്റ് പരിചയം ഉണ്ടായിരുന്നുകൊണ്ടും കൃഷി പരിചയം ഉണ്ടായിരുന്നുകൊണ്ടും നമുക്ക് കാര്യങ്ങൾ എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് അതിൽ നിന്ന് പഠിക്കാനുണ്ടായുള്ളൂ. എങ്ങനെ പ്രൂൺ ചെയ്യാം, സീസണലി ഈ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ ഓരോ സീസൺ മാറുമ്പോൾ ഏത് ചെടികൾ ഏത് സീസണിൽ പ്രൂൺ ചെയ്യാം, ഏത് ടൈമിൽ പ്രൂൺ ചെയ്യാം, ഏത് വിധത്തിൽ പ്രൂൺ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ഫെർട്ടിലൈസിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് അത്ര വലിയ ബോധരേഷൻ ഉണ്ടായില്ല. കാരണം അതൊക്കെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഇവിടെ താമസിച്ച് ഈ വീട് മേടിക്കുക ചെയ്തല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്? ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്. ഇവിടെ അവിടെ ഒരു നമ്മുടെ ഫ്രണ്ട് ജോജാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അവിടെ ഒരു 2.5 ഏക്കർ സ്ഥലം മേടിച്ചു. അപ്പോൾ ആ വലിയ സ്ഥലത്തേക്ക് മാറി. അത് ഫോറസ്റ്റ് ആണ്, റിസർവ് ഫോറസ്റ്റ് ആണ്. ഈ 2 വീടാണല്ലോ? അതാണല്ലേ. അപ്പോൾ ആ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് 2.5 ഏക്കർ എന്ന് പറയുമ്പോൾ അതിന്റെ വലിയ യൂസ് ഒന്നുമില്ല. ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ ഞാൻ ആ കാട്ടിക്കൂടെ മുഴുവനും കാട് വെട്ടരുന്നാ പറഞ്ഞിട്ടുള്ളൂ, കാട്ടിൽ വേറെ വെക്കരുന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കാട്ടിനുള്ളിൽ കൂടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഒരു ഫുഡ് ഫോറസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ പുതിയ വന്ന ആൾക്കാർക്ക് പറ്റി ഒരുപാട് ധാരണ അല്ലേ, മാത്രം ഉണ്ടോന്ന് എനിക്കറിയില്ല അല്ലേ. പുതിയ വരുന്ന പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അവസ്ഥ, ഇത് ജോലിക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇതിന്റെ ഓരോ സ്റ്റേജുകൾ മാറണമെന്നുള്ളൂ. ഇപ്പോൾ വരുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളീസ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് വരുന്നവർക്കൊന്നും അങ്ങനെ ഒരു ഹെൽപ്പില്ല. സ്വന്തമായിട്ട് തന്നെ എല്ലാം അന്വേഷിക്കാൻ, കണ്ടുപിടിക്കാനോ ചോദിക്കാനോ പറയാനോ ഒന്നും ഒരാളില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും വരുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് സംഗതികളാണെന്നുള്ളൂ. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഇതിങ്ങനെ വന്നിട്ടിരിക്കും. മാർക്കറ്റ് പോലെയാണ്. അതല്ല ഏത് മാർക്കറ്റും. പിന്നെ അതല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണിയെടുത്ത ശീലം കുറവുണ്ട് ചില പിള്ളേർ എന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ. അപ്പോൾ അത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അധ്വാനിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ
ഇവിടെ പണി ശരിക്കും കിട്ടുമല്ലോ അങ്ങനെ ഒരു അത് മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാവരും വരുമ്പോൾ പറയും ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയും. പക്ഷേ അത് പറയുമ്പോൾ അതൊക്കെ ഇത് പ്രസ്റ്റേജ് ഇഷ്യൂ, പിന്നെ ഇൻഫർമേഷൻ കുറവ്. പിന്നെ നമുക്ക് അവിടെ മെഷീനറീസും നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു സാധനം ഒന്ന് വെറുതെ ഒന്ന് കയറും കൊണ്ടൊന്ന് കെട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കെട്ടണമെന്ന് നമുക്കറിയില്ല. എത്ര പേർക്ക് അറിയാം? അത് ശരിയാണ്. ഒരു ലോഡ് ടൈറ്റ് ചെയ്യാനായിട്ട് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. അപ്പം എങ്ങനെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു മെഷീനറി കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് കാണുക, അത് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ മൈൻഡും അഡാപ്റ്റബിലിറ്റി ഇല്ലാണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. അല്ലെങ്കിൽ നമ്മൾ മസിൽ പിടിച്ച് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ജോബ് മാർക്കിനെ പറ്റി ഇപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ പുതിയ വന്ന ആൾക്കാർക്ക് കുറച്ചല്ലേ, അതായത് ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ടെക്നോളജി കാര്യങ്ങൾ, ആ സാധ്യതകൾ, ന്യൂ ജോബ്. ഇപ്പൊ നമ്മൾ അന്ന് വിചാരിച്ച IT മേഖലകളിലൊക്കെ ഈ മാതിരി ജോബ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവുന്നു. കമ്പ്യൂട്ടർ എന്നതിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമരം ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച് ന്യൂ ടെക്നോളജിയിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്നവനാണ് പ്രോഗ്രസ് ഉണ്ടാവുന്നത്. അല്ലാതെ പഴയ ടെക്നോളജിനെ പറഞ്ഞിട്ടുണ്ടില്ല. അല്ലെങ്കിൽ പഴയ ടെക്നോളജി ഉള്ളവര് ഇപ്പൊ നമ്മൾ പ്രിന്റിംഗ് പ്രസ് നടത്തിക്കൊണ്ടിരുന്ന ആള് പ്രിന്റിംഗ് പ്രസ് അതേ രീതിയിലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്ന പലരും അതിനെ അപ്ഗ്രേഡ് ചെയ്ത് DTP ആക്കി. DTP കഴിഞ്ഞപ്പോൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൃഷി ആയി കഴിഞ്ഞാലും നമ്മൾ പണ്ട് കൃഷി ചെയ്ത രീതിയിൽ കാളേനെ കൊണ്ട് നമ്മൾ ഒഴിവുകൊണ്ട് കാര്യമില്ല. ട്രാക്ടറായി, പിന്നെ അതായി. പിന്നെ ഇപ്പം മണ്ണിലല്ല കൃഷി ചെയ്യുന്നത് പല സാധനങ്ങളും, ആർട്ടിഫിഷ്യൽ കൃഷികളാണ്. അപ്പൊ എന്നോട് ഒരാള് ഇപ്പൊ എനിക്കൊരു ഇത് ചോദിച്ചാണ്, ഇപ്പൊ അഗ്രികൾച്ചർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ എന്നുള്ള. ഇഷ്ടംപോലെ ജോലി സാധ്യത ഉണ്ട്. അഗ്രികൾച്ചർ മേഖലയിൽ എപ്പോഴും ജോലി സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ അഗ്രികൾച്ചർ മേഖലയിൽ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വലിയ നിൽക്കാൻ താല്പര്യമില്ല. നമ്മുടെ പിള്ളേർക്കായാലും താല്പര്യമില്ലല്ലോ. അഗ്രികൾച്ചർ മേഖലയിൽ ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ നോക്കിയാൽ എത്രയോ പേര് നിസ്സാര സ്ഥലം കൊണ്ട് ഭംഗിയായിട്ട് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു. എന്നാൽ ചിലരുണ്ടാക്കണില്ല. കാരണം ചിലർ തുടങ്ങുമ്പോഴേക്കും അവര് വലിയൊരു മുതലാളിയായിട്ട് കുറെ പണിക്കാരെ നിർത്തി കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കുന്നില്ല. മറ്റേ സ്വന്തമായിട്ട് ചെയ്യണവരെപ്പോഴും അവരെപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇൻഫോർമേഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. എവറി സെക്കൻഡിൽ അവർ റിസർച്ചിനകത്താണ്. അവർ വെറുതെ ഗാർഡനിൽ കൂടെ നടക്കണമെങ്കിൽ പോലും അവർ റിസർച്ചിനകത്താണ്. അതുപോലെ സ്വന്തം ഫാക്ടറിയിൽ, സ്വന്തം കടയിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടത്തുന്ന ഏത് പ്രസ്ഥാനത്തിലും ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുകളാണ് സക്സസ് ആവുന്നത്. അല്ലാത്തൊരാൾക്കാരെന്ന് പറഞ്ഞാൽ സ്റ്റാഫിന് വെച്ച് കുറെ കാശ് കൊണ്ട് കുറെ കാര്യങ്ങൾ നടക്കില്ല. അപ്പം അത് വലിയ വലിയ ചില സെറ്റപ്പുകളിൽ ശരിയാവും. പക്ഷെ ചെറിയ സെറ്റപ്പുകളിൽ വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും, നടക്കില്ല. എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് വിട്ട് ചിലപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ഓസ്ട്രേലിയ ഇത് ഏറാൻ കാരണം എന്തെങ്കിലും ഈ റെന്റിന്റെ വീട് മേടിക്കാനും കൂടുതൽ ചെലവില്ലാത്തത് കൊണ്ടാണോ അത്? ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണ്. ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾ പലതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഐറ്റംസിനൊക്കെ ഇവിടെ ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ അവിടെ ഇത്തിരി വില കുറവാണ്. പിന്നെ അവിടെ മാസ് പ്രൊഡക്ഷനും മാസ് ഇമ്പോർട്ടിങ്ങും ആയതുകൊണ്ട് അവിടെ പല സാധനങ്ങൾക്കും വില കുറവാണ്. പിന്നെ ഓസ്ട്രേലിയൻ ഡോളറും ഇച്ചിരി സ്ട്രോങ് ആണ്. അവിടുത്തെ പൊളിറ്റീഷ്യൻസും മേ ബി ലിറ്റ് ബിറ്റ് ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ അവർ കുറച്ചും കൂടി അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കും, ജനറലായിട്ട് ചിന്തിക്കും. മകനിപ്പോൾ അവിടെ മോനൊരാളവിടെ ഉണ്ട്. അവനവിടെ കൈറോപ്രാക്ടറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഫാമിലി ആയിട്ട് ഇനി മൂവ് ചെയ്യാൻ വല്ല പ്ലാനും അങ്ങനെ ഉണ്ടോ? ഇനിയിപ്പോ ഞങ്ങള് മൂവ് ചെയ്യാൻ പരിപാടിയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനുള്ള ഇതില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെയും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തെങ്കിലും മലയാളി സമാജം അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ സമാജങ്ങളും പരിപാടികളും ഉണ്ട്. ഞാൻ അങ്ങനെ ഒത്തിരി മലയാളികളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി പരിപാടിക്ക് ഞാൻ അത്ര പോകാറില്ല. കാരണം ഇതിനകത്ത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഓരോരുത്തർ ആൾ കളിക്കാൻ വേണ്ടി ഇച്ചിരി പൊളിറ്റിക്സ് കളിക്കും. നമ്മളൊക്കെ അത് കാണാൻ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ അതുകൊണ്ട് ഇൻവോൾവ് ആവാറില്ല. എന്നാൽ എല്ലാ സമാജക്കാരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പരിചയപ്പെട്ടു. ഓക്കെ, ഇങ്ങനെ പോകുന്നില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഒരുപാട് മലയാളീസിന്റെ സപ്പോർട്ട്, ഇപ്പൊ പുതിയ വന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് വരുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും മലയാളി സമാജമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുക. അപ്പം അവർക്ക് കുറേ കൂടി ഇൻഫോർമേഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളെ പോലെ പുതിയ വരുന്ന ആൾക്കാർ പലപ്പോഴും തൊട്ട് മുമ്പ് വന്നവർ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചോ അതിന്റെ ആ സ്ഥലത്തേക്കാണ് ജോലി കണ്ടുപിടിക്കുക. അത് ഞാൻ പറയാൻ പ്രേക്ഷകരോട് പറയാം. ഇപ്പൊ ഞാൻ വരണേക്ക് മുമ്പ് എന്നോട് സജസ്റ്റ് ചെയ്തായിരുന്നു, ആദ്യം വൈഫ് വരട്ടെ ഇവിടെ വന്നിട്ടല്ലേ അന്ന് എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞ ആളാണ്. അത് ശരിക്കും ഞാൻ ഇപ്പോഴും പറയാണ്, ആദ്യം നിങ്ങളുടെ വൈഫിനെ വിടുകയാണെങ്കിൽ വൈഫ് വന്നിവിടെ സെറ്റായിട്ട് മാത്രം നിങ്ങൾ കയറി വരും അല്ലേ. ഇവിടെ വരുമ്പോൾ ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും ജോലിയിൽ പറയാം എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും ചോദിക്കും, ഓക്കെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഉടനെ തന്നെ ആ കാര്യം ഏൽപ്പിച്ചു വിടും. അതാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞിട്ട് അവൻ ക്യാമറയിൽ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ബബ്ബ കാണിച്ചാൽ
അങ്ങനെ പ്രശ്നമുണ്ടോ? കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ പൊട്ടിത്തരാവും. പിന്നെ പറഞ്ഞ എന്തെങ്കിലും അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലായോ സംശയം ഉണ്ടോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവർ പറഞ്ഞത് ഇന്നതൊക്കെ അല്ലേ എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക. അപ്പം നമ്മളൊരു പേജിലാണെന്ന് ആദ്യം വരുത്തുക. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു തന്ന കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകണമെന്ന് നമ്മൾ ഒന്നുകൂടി പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായിന്ന്. പിന്നെ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചോദിക്കുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇന്ന പ്രശ്നം വന്നപ്പോൾ ഇന്ന സ്റ്റേജ് വന്നപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അത് ചോദിക്കാൻ വന്നതെന്ന് പറയാം. അപ്പോൾ അവർ ഭംഗിയായിട്ട് പറഞ്ഞുതരും. ഒന്നുമില്ലാതെ പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ വരുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഇപ്പൊ ഒരു അത്യാവശ്യം ജോലിയുള്ള ആൾക്കാർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെന്റിന് താമസിക്കുകയാണോ ഒരു വീട് മേടിക്കുകയാണോ ഏറ്റവും ഒരു ബെസ്റ്റ്? ചില സാഹചര്യങ്ങളിൽ റെന്റിന് താമസിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളുടെ ജോലി സ്റ്റേബിൾ ആയിട്ടില്ല, നമ്മളൊരു തീരുമാനം ആവുന്നതിന് മുമ്പ് എപ്പോഴും റെന്റിന് താമസിക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ ഈ വീട് മേടിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ കാണാത്ത കുറേ ചിലവുകളുണ്ട്. ഈ വീടിന്റെ മെയിൻ്റനൻസ്, പിന്നെ റേറ്റ്സ്, പിന്നെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, ചില മെയിൻ്റനൻസുകളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് മേടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓക്ലാൻഡിലാണെങ്കിൽ ഓക്ലാൻഡ് കൗൺസിലിന് എന്തെങ്കിലും കൗൺസിലിന് ഇപ്പം ഈ വീടിന് കൗൺസിലിന് ഒരു കൊല്ലം $4000 കൊടുക്കണം. ഓ, അങ്ങനെ കൊടുക്കണം. അതായത് നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഈ വീട്ടുകാരം. ഈ വീട്ടുകാരം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ $1000 ഉണ്ടായുള്ള ഒരു കൊല്ലം. ഇപ്പൊ $4000 വർഷം നമ്മൾ അടയ്ക്കണം. അടയ്ക്കണം. അപ്പൊ അത് ഈ വാടക കിട്ടണേന്ന് അടയ്ക്കണ്ടേ? ഓ, ഓക്കെ. അപ്പോൾ ഈ വാടക കിട്ടണേന്ന് ഇത്രയും കാശുകളൊക്കെ അടച്ച് വരുമ്പോൾ ബാലൻസ് നമ്മൾ വാടക നമുക്ക് ഇത്രയും കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്ര വാടക കൊടുക്കണ്ടു. ഇപ്പൊ നിങ്ങൾ ഇപ്പം വന്ന ആള് വാടകയ്ക്ക് താമസിക്കാൻ ടാപ്പ് കേടായി, ഡോറ് പൊട്ടി, വാട്ടർ സിലിണ്ടർ കേടായി, ഓണർ എന്തെങ്കിലും ശരിയാക്കി തരും. നമ്മൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ വാട്ടർ സിലിണ്ടർ പോയി, നമ്മൾ തന്നെ ഇത് ചെയ്യണം. വാട്ടർ സിലിണ്ടർ പോയി, റൂഫ് പോയി, ഡ്രൈവേ പ്രശ്നം വന്നു, ഇലക്ട്രിസിറ്റി പോയി, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റേബിൾ ആയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും പേടിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി, ഇത്തിരി മോശമാണെങ്കിൽ മീൻസ് വെറ്ററനി ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി മേടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ലാൻഡ് വാല്യൂ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് യൂണിറ്റ് മേടിക്കുമ്പോൾ എപ്പോഴും പക്കയായിരിക്കണം യൂണിറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭിത്തി അടുത്ത ആളുമായിട്ട് ഷെയർ ചെയ്യണ്ടാവല്ലോ. അപ്പോൾ അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം, എന്തെങ്കിലും തട്ടണ മുട്ടനൊക്കെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വലിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരുടെയും പെർമിഷൻ എടുക്കും. വേറൊരു കാര്യമാണ്, ഈ ലാൻഡ് ടാക്സ് ഉണ്ടോ ഇവിടെ? ഇതല്ലാണ്ട് വീട്ടുകാരെന്ന് പറയുന്നത് വീട്ടുകാരത്തിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടാക്സ് സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഈ വീടിന് വില കുറവാണ്. ഈ വീടിന് $1,00,000 താഴെയുള്ളൂ. പക്ഷെ ഈ പ്രോപ്പർട്ടിയുടെ വില $1 മില്യനാ. ഓക്കെ. അപ്പൊ ഈ മില്യൺ കണക്കാക്കിയിട്ടാണ് ഇതിന്റെ റേറ്റ് വരാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാണോ ഒരു ടാക്സ്? ഓ, അങ്ങനെയാണല്ലോ. ഇതിന്റെ വില കണക്കാക്കിയിട്ടാണ് റേറ്റ് ഇടാം. അപ്പൊ നമ്മളിവിടെ കൃഷിയാണ്, നമുക്കൊന്നും വരുമാനം ഇല്ലാന്ന് വെച്ചാൽ റേറ്റ് കുറയില്ല. ഓ, ഓക്കെ. അങ്ങനെയാണല്ലോ. അതായത് നമ്മളിപ്പോ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ കാശ് കൊടുക്കണം. ആ സമയം ഈ ഗ്രൗണ്ട് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് വേറെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ ആ വീട്ടുകാരന് അതിൻ്റെ ഇത് കുറയും, ആ വീടിൻ്റെ റേറ്റ് കുറയും. അപ്പം മീൻസ് വീട്ടുകാരൻ കുറയും. അങ്ങനെയുള്ളൂ. അപ്പം ഈ പ്രോപ്പർട്ടി ഇത്രയും കൂടി കിടക്കുന്ന കാരണം കൊണ്ട് ഇതിന് $1 മില്യൺ വിലയുണ്ട്. അപ്പം $1 മില്യൺ കണക്കാക്കിയിട്ട് ഇതിൻ്റെ വില കണക്കാക്കിയിട്ടാണ് ഇതിന് റേറ്റ് ഇടുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ അവര് വല്ല അളവ് അങ്ങനെയുള്ള ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചർ അവരുടെ കയ്യിലുണ്ട്. അളവ് മാത്രമല്ല, നമ്മുടെ വിൻഡോ, നമ്മുടെ ബാത്റൂം, നമ്മുടെ എത്ര ഡോറ്, എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണല്ലോ. ഒരു ഫയർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ ഫോഴ്സ് ഇവിടെ വരുമ്പോൾ ഫയർ ഫോഴ്സിന് അറിയാം എവിടെയാണ് ബെഡ്റൂം, എവിടെയാണ് ബാത്റൂം, എവിടെയാണ് ഇതിന്റെ വാട്ടർ ടാപ്പ്, കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. കാരണം അവര് ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി അവിടെ നിന്ന് പുറപ്പെടും, വണ്ടിയിലേക്ക് ഇൻഫർമേഷൻ മുഴുവൻ ഓഫീസിലുള്ള ആൾ വിടുവാണ്. ആ വണ്ടിയിലെ ഡ്രൈവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇൻഫർമേഷൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നാൽ എക്സിക്യൂഷൻ ടക്ക് അങ്ങനെയാണല്ലേ. അത് ഇതിന്റെ തൊട്ടടുത്തുള്ള ഫയർ ഹൈഡ്രന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാവുന്ന പോയിന്റുകളൊക്കെ അറിയാം അവർക്ക്. അവർ വലിയ ടാപ്പ് കാരണം അങ്ങനെ വെള്ളം കിട്ടും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പിള്ളേര് വരുന്ന പിള്ളേര് അവിടുന്ന് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചൊന്ന്
ആലോചിച്ചിട്ട് വേണം വരാൻ. എന്ന് വെച്ചാൽ പഠിക്കാനാണെങ്കിൽ തന്നെയാണെങ്കിൽ ഇവിടുത്തെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ വരച്ച് പഠിക്കാനാണെങ്കിലും വെച്ചാൽ ഒന്ന് അവർക്ക് ഈ പഠിക്കാൻ വരുന്ന കാര്യത്തിനകത്ത് ഒരു കോൺഫിഡൻസും താല്പര്യം ഉണ്ടാവണം. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളുടെ താല്പര്യത്തിനേക്കാൾ ഉപരി നമ്മൾക്ക് ഈ പഠിക്കാൻ വരുന്ന കോഴ്സിനകത്ത് ഇവിടെ ജോലി സാധ്യത എന്തുകൊണ്ടെന്ന് നോക്കണം. പാർട്ട് ടൈം ജോലി ഇവിടെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഠിക്കുന്ന ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂളിലാകുമ്പോഴേക്കും ഇവിടെ വന്ന് പഠിച്ചു വളരുന്ന പിള്ളേർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ അവർക്ക് ഇവിടുത്തെ കൾച്ചർ അറിയാം. അപ്പോൾ ഈ മാക്ഡൊണാൾഡ് അതുപോലത്തെ കുറേ കടകളൊക്കെ ഉണ്ട്. ആ കടകളിൽ പുതിയ വന്ന ആൾക്കാരെ ഈ ഫ്രണ്ട് ഓഫീസിലേക്ക് ഇവർ എടുക്കില്ല. കാരണം അവിടെ ചില ഈ സ്ലാംഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ ഇവർക്ക് മനസ്സിലാവില്ല. ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും മനസ്സിലാവില്ല. അപ്പോൾ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പുതിയ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ജോലികളിൽ നമ്മൾ എടുക്കത്തില്ല. അത് പിന്നെ കോഫി ഉണ്ടാക്കുന്ന സ്ഥലങ്ങള് അങ്ങനത്തെ ഒരു കുറച്ച് പ്രാക്ടീസ് വേണം. ഇതിനകത്തൊക്കെ ഓരോ പ്രാക്ടീസ് വേണം. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോഫി ഉണ്ടാക്കുന്ന സ്ഥലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ കോഫിയുടെ പേരുകൾ തന്നെ പറയാൻ എനിക്ക് കിട്ടും. ഒരുപാട് പിന്നെ അതിനകത്ത് തന്നെ ഈ കസ്റ്റമറുടെ ചോദ്യം മനസ്സിലാവണം, ചോദ്യത്തിനനുസരിച്ചുള്ള ടേസ്റ്റ് വേണം. പിന്നെ ഇതിനൊരു താളം വേണം. ആ താളത്തിൽ ആ ടേസ്റ്റ് കറക്റ്റ് ആയിരിക്കും ചെയ്യണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ ഉള്ള. അത് പക്ഷെ ഇവിടെ ഈ കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ എല്ലാ കാര്യത്തിനകത്തും ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയുണ്ട്. ആ സ്റ്റാൻഡേർഡ് പരിപാടിയിലായിരിക്കും ഇവരെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇപ്പം ഒരു കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഫിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഡബിൾ ആണോ, ഡബിൾ ഷോട്ട് ആണോ, സിംഗിൾ ഷോട്ട് ആണോ, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1.5 ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ കസ്റ്റമറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവനാണെങ്കിൽ അവൻ കറക്റ്റായിട്ട് വരും അവിടെ. അപ്പോൾ അതേപോലത്തെ ചില കാര്യങ്ങൾ ഇവിടെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ ഈ പഠിക്കുന്ന കോഴ്സ് കൂടാതെ തന്നെ ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് അല്ലറ ചില്ലറ ചെറിയ ചെറിയ ലൈസൻസുകൾ എടുക്കുക. ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കുക, പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഹൈജീനിക് സർട്ടിഫിക്കറ്റ് എടുക്കുക, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇതൊക്കെ ഓരോ ദിവസത്തെ 2 ദിവസത്തെ കോഴ്സുകളായിരിക്കുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് ആണെങ്കിലും ഫുഡിന് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ വരുന്ന ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആരോടെങ്കിലും ചോദിക്കണത്. ഇപ്പോൾ ഫുഡ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതിന് എന്തെങ്കിലും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇത് മേടിക്കേണ്ടി വരുമോ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിയമപ്രകാരം നമ്മൾ അതൊരു ബിസിനസ്സാണ്. അങ്ങനെയാണല്ലേ? അപ്പോൾ അതിനായിട്ടുള്ള പ്രോപ്പർ ലൈസൻസും അത് തന്നെയല്ല നമ്മളുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കണം. അതിന്റെ ക്ലീനിങ് സ്റ്റാൻഡേർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു മലയാളീസിന് കൊടുക്കണം, അത് ഒരു പരിധി വരെ ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു സ്റ്റേജ് വിട്ടിട്ട് നമ്മളൊരു സ്റ്റേജ് വിടല്ല പറഞ്ഞ അത്യാവശ്യം വീട്ടിൽ ഇപ്പൊ നമുക്കൊരു 2-3 ബിരിയാണി ഉണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ആരെങ്കിലും അതിപ്പോ നമുക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഒരു കൊമേഴ്സ്യൽ ആയിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മലയാളീസൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പലരും തുടക്കത്തിൽ ഇതുപോലെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ലൈസൻസ് എടുത്തു. ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരെല്ലാം ലൈസൻസ് പൊതിച്ചോറും അങ്ങനെയൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇവരൊക്കെ ലൈസൻസ് എടുത്തു. എല്ലാവരും തുടക്കത്തിൽ ചെറുതായിട്ട് തുടങ്ങി. ഫ്രണ്ട്സിന്റെ ഇടയിൽ 4 ആളുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടൊന്നു ഹെൽപ്പ് ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നവരുണ്ട്. പക്ഷെ അപ്പോൾ സ്റ്റേജ് കഴിയുമ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ അത് പുതിയ വരുന്ന ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഒരു ഇത് മെസ്സേജ് കൊടുക്കാനുണ്ടോ? പുതിയ വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് എപ്പോഴും വരാൻ താല്പര്യമുള്ളവർ വരണമെന്ന് തന്നെ പറയുള്ളൂ. കുറെ റിസ്ക്കും കാര്യങ്ങളൊക്കെ റിസ്ക് ഉണ്ട്. അതിപ്പോ എവിടെയായി കഴിഞ്ഞാലും നാട്ടിൽ നിന്നാലും ഉണ്ട് റിസ്ക്. നമ്മളിപ്പോ ഞാൻ നോക്കിയിട്ട് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കലാണ്. വണ്ടിയിൽ കയറിയിരുന്ന റിസ്ക് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അമേരിക്കയിൽ. അപ്പം പ്ലെയിനിൽ കയറുന്ന റിസ്ക് ആണ്. അപ്പൊ ആ റിസ്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ കയറരുത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു റിസ്ക്കാ. എപ്പോഴെങ്കിലും മരിക്കാം. പിന്നെ അതുപോലെ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് എവിടെയാണെങ്കിലും ജീവിക്കാം. നല്ല അധ്വാനിക്കാൻ മനസ്സും വേണം. പിന്നെ ആ സിൻസിയറിറ്റി നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ അത് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ സിൻസിയറിറ്റിയാണ് ഞാൻ കൂടുതൽ പേരിലും കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ എനിക്ക് പണം വേണം, അതുകൊണ്ട് ഞാൻ സിൻസിയറിറ്റി കാണിക്കും ചിലർ. ദാറ്റ് വിൽ വർക്ക് സം ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും കണ്ടു. നല്ലൊരു കൃഷിക്കാരനാണ് ഇവിടുത്തെ കണ്ടല്ല. ഞാൻ ഒരുപാട് വീഡിയോസ് എനിക്ക് ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട്. എപ്പോഴും ഫോട്ടോസ് അയച്ചു തരാറുണ്ട് പുതിയ സാധനങ്ങൾ. അപ്പം മത്തങ്ങയുടെ ഒക്കെ അന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. 40 കിലോന്റെ മത്തങ്ങയൊക്കെ അത് ഒരു ചെറുതാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ കണക്കനുസരിച്ച് ഇവിടെ ഈ കൊമേഴ്സ്യലായിട്ട്, പക്ഷെ നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യാതെയാണ് അത് വന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഓക്കെ.